അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ്ട് ഒരു മിനി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈദിൻ്റെ സമയത്ത്, കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരിടത്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് ദേറാ പാം എന്നറിയപ്പെടുന്നിടത്ത് പോയതാണ്. ദുബായ് ഐലൻഡ് എന്നൊക്കെ ഇതിന് വേറെ പേരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ മകൻ ഹൈസാൻ കൂടെയുണ്ട്. അപ്പോൾ അവനിങ്ങനെ മടിയിലിരുന്നിട്ട് നുളയുന്നതുകൊണ്ടാണ് എൻ്റെ വോയിസിന് ചെറിയൊരു പ്രോബ്ലം വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞങ്ങളെ മാക്സിമം എല്ലാ വീക്കെൻഡ്സിലും ഹൈസാനെയും കൊണ്ട് എവിടെയെങ്കിലും പോകാൻ നോക്കും. അതായത് ഒത്തിരി ദൂരമൊന്നുമല്ല, അടുത്തുള്ള പാർക്കിലോ അല്ലെങ്കിൽ മോളിലോ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പാർക്കിലും മോളിലോ ആയിരിക്കും മിക്കപ്പോഴും പോകുന്നത്. പിന്നെ ഇതിപ്പം ഈദിൻ്റെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ദിവസങ്ങളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോവാം, അടുത്തും എന്നാൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ ടാക്സിയിലാണ് കേട്ടോ ഇവിടെ പോയത്. കാരണം മാപ്പിൽ നോക്കിയപ്പോൾ അത്യാവശ്യം ദൂരമൊന്നുമില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ബസ്സിൽ പോകുന്ന നമ്മൾ 3 പേരും കൂടി പോകുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ് നമുക്ക് ടാക്സിയിൽ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പം എല്ലാം സെയിം ആയതുകൊണ്ട് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ ദാണ്ട് ഇവിടെ എത്തി. ഇത് ശരിക്കും റീസെൻ്റ്ലി ആയിട്ട് ഓപ്പൺ ചെയ്തൊരു ബീച്ചാണ് കേട്ടോ, ഒരു ഓപ്പൺ ബീച്ച്. അതുപോലെ തന്നെ ഞങ്ങൾ വന്നപ്പം അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പിന്നെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ടും ഇതിൻ്റെ പണികളൊന്നും മൊത്തത്തിൽ തീർന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടി നമ്മൾ നോക്കണമല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പോർഷനിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ നമ്മളെ കാണിച്ചാൽ പോരെ, മറ്റുള്ളവർ വരുന്നത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഞാൻ. പിന്നെ അവിടെ ഒരു 2-3 ഡോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പ്രിറ്റി ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ദുബായ് ഐലൻഡ് ബീച്ചിൻ്റെ എൻട്രൻസ്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ഒരു ബീച്ചായിരുന്നു, നല്ല ഒരു വ്യൂ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു നേരിട്ട് കാണുന്ന ഒരു ഭംഗി വേറെ തന്നെയല്ലേ. പിന്നെ ഈ ടിപ്പ് അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോ. കാരണം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ടാണ്. നമ്മൾ ബീച്ചിൽ പോയിട്ട് മാറ്റ് വിരിക്കുമ്പം ഇതുപോലെ പറന്നു പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 സൈഡിൽ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറന്നു പോകത്തില്ല കേട്ടോ. പിന്നെ ഞാനും ഹസ്ബൻഡും കുറച്ച് നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഉമ്മായും എൻ്റെ മകനും ആദ്യമേ വെള്ളത്തിൽ കളിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ വരുന്നില്ല എന്ന് കാണുമ്പം അവൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ, വാ എന്നും പറഞ്ഞിട്ട്. അതായത് ഉമ്മാവ് അപ്പം വിളിച്ചിട്ട് പോവുമായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ ഇതുപോലെ കാല് നനയ്ക്കാൻ. നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഞങ്ങൾ പോയത് ഏകദേശം മാർച്ച് എൻഡിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടാണ്. അതായത് ഏപ്രിൽ എൻഡായി, അപ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദാണ്ട് ഒരാൾ അയാളുടെ വാപ്പിയും വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. കാരണം ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കാല് മുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. പക്ഷെ എൻ്റെ മകൻ ഒട്ടും സമ്മതിച്ചില്ല. പുള്ളിയെ വിളിച്ചോണ്ട് വന്നിട്ട് വെള്ളത്തിൽ ഇറക്കുമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും കയറി പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെ പിന്നെ നിവൃത്തി ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഹൈസാനിനെ മെയിനായിട്ട് ബീച്ചിൽ കൊണ്ടുവന്ന കാര്യം വെള്ളത്തിൽ ഇറങ്ങി നന്നായിട്ട് കളിക്കാമല്ലോ. അതുപോലെ തന്നെ ദുബായിലെ ബീച്ചസ് എന്ന് പറയുമ്പോൾ, അതായത് ഈ കൊണ്ടുവന്ന ബീച്ച് എന്ന് പറയുമ്പോൾ തിര ഒട്ടുമില്ല, ഇതുപോലെ തന്നെ ഒട്ടും ആഴവും ഇല്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഏകദേശം മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മുടെ വയറിൻ്റെ അത്രയും, അല്ലെങ്കിൽ ഒരു വലിയൊരാളുടെ ഒരു നെഞ്ചിൻ്റെ ഭാഗം വരെ വെള്ളമുള്ളൂ. പിന്നെ എന്നുള്ളത് അവർ ക്രോസ് ചെയ്തിട്ടേക്കുവാണ്, സെക്യൂരിറ്റി ഗാർഡ് ക്രോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാനും പറ്റില്ല. അപ്പം ഭയങ്കര സേഫാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കണക്ക് നമ്മുടെ നാട്ടിലൊക്കെയുള്ള തിരയുള്ള ബീച്ച് ഒരുപാട് തിരയുള്ളതൊന്നും നമ്മൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഫിഷിനെ കണ്ടിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഫാമിലിയുടെ കയ്യിൽ സ്റ്റാർ ഫിഷ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് പുള്ളിക്കാരുടെ കയ്യിൽ സ്റ്റാർ ഫിഷ് ഇരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ മണ്ണിൽ ഇതുപോലെ സ്റ്റാർ ഫിഷ് ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ നേരം ഞാൻ നോക്കിയപ്പോൾ അതിനൊന്നും കണ്ടില്ല, കുറേ ഫിഷസ് മാത്രമേ ഉണ്ടായിരുന്നു. സ്റ്റാർ ഫിഷിൻ്റെ ഒരു ഫോട്ടോ പോലും എടുക്കാനും എനിക്ക് പറ്റിയില്ലായിരുന്നു. ആ സമയത്ത് വീഡിയോ ഓൺ അല്ലായിരുന്നു.
പിന്നെ അതുപോലെ ഇതാണ്ട് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സൺസെറ്റാണ്. നിങ്ങൾ എൻ്റെ വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ ഒരാൾ കിടന്നിട്ട് എൻ്റെ മകൻ എൻ്റെ കൂടെ നിന്നിട്ട് നല്ല കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുമ്പം എനിക്ക് ടൈമും കിട്ടില്ല. അപ്പം ഒന്ന് ക്ഷമിച്ചേക്കണം എല്ലാവരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ. സൺറൈസ് ഞാൻ എന്നുമല്ല, എന്നാലും മാക്സിമം ദിവസങ്ങളിൽ കാണും. കാരണം എൻ്റെ റൂമിൽ നിന്ന് നോക്കിയാൽ, ഹാളിൽ നിന്ന് നോക്കിയാലും സൺറൈസ് ചെയ്യുന്ന ഒരു സൈഡിലാണ് ഞങ്ങളുടെ വിൻഡോ ഉള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ അതുപോലെ സൺസെറ്റ് ഇതാണ്ട് ഇവിടെ വെച്ച് കണ്ടു. പിന്നെ ഞാനും എൻ്റെ മോനും എൻ്റെ ഉമ്മയും കൂടിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. പ്രത്യേകിച്ച് ഞാനും എൻ്റെ മോനും ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസാനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഫുൾ നനഞ്ഞു. ഐസാനെ പിടിക്കാൻ വേണ്ടിയിട്ടതൊന്നുമല്ല, എനിക്ക് നനയാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് അവൻ്റെ പേരിൽ അവൻ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഞാനും അങ്ങ് നനഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. പിന്നെ ഞങ്ങളത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം കൂടെയുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കണേ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.